ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പവർ ഹൗസ് രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഒന്ന് വിരൽ ഞൊടിച്ചാൽ ഇന്ത്യയിലെ ഏത് കോൺഗ്രസ് മുഖ്യമന്ത്രിയും നേതാവും അവിടെ ഹാജർ. ഇപ്പോഴിതാ സമസ്തയുടെ വേദിയിൽ കർണാടകയുടെ കരുത്തൻ DK ശിവകുമാറിനെ എത്തിച്ച് KC വേണുഗോപാൽ തന്റെ രാഷ്ട്രീയ കരുത്ത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇന്നലെ കേരളം ഉറ്റുനോക്കിയത് സമസ്തയുടെ വേദിയിലേക്കാണ്. മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും അപ്പുറം അവിടെ മുഴുങ്ങിക്കേട്ടത് മറ്റൊരു പേരാണ്, KC വേണുഗോപാൽ. കേരള രാഷ്ട്രീയത്തിലെയും ദേശീയ രാഷ്ട്രീയത്തിലെയും ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് സമസ്തയുടെ വേദിയിൽ DK ശിവകുമാർ നടത്തിയ ആ വെളിപ്പെടുത്തൽ. കർണാടകയുടെ കനകപുര ബ്രാൻഡിനെ കേരളത്തിലേക്ക് എത്തിക്കാൻ ചരട് വലിച്ചത് മറ്റാരുമല്ല, കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ ചാണക്യൻ KC വേണുഗോപാലാണ്. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് DK ശിവകുമാർ കേരളത്തിൽ എത്തിയെങ്കിൽ അതിന് ഒരൊറ്റ കാരണമേയുള്ളൂ, KC വേണുഗോപാൽ. നിങ്ങൾ അവിടെ പോയേ തീരൂ എന്ന് KC ഒന്ന് പറഞ്ഞാൽ DKക്ക് അത് അനുസരിക്കാതിരിക്കാനാവില്ല. അതാണ് ഇവർ തമ്മിലുള്ള ബന്ധം. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ നട്ടെല്ലായി KC നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കർണാടകയുടെ കരുത്തനായ നേതാവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒരു ഫോൺ കോളിന്റെ ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സമസ്തയുടെ സാമൂഹിക പ്രസക്തിയുള്ള ഇടപെടൽ എന്ന് പറഞ്ഞ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ സമസ്ത സമ്മേളനത്തിൽ ക്ഷണം ലഭിച്ചതിൽ അഭിമാനമെന്നാണ് തുറന്നു പറഞ്ഞത്. എല്ലാ പരിപാടികളും ഒഴിവാക്കി സമസ്ത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് നിർദ്ദേശം നൽകിയതെന്നും DK ശിവകുമാർ തുറന്നടിക്കുകയായിരുന്നു. സാമൂഹിക ഐക്യത്തിൽ കേരളം ഇന്ത്യക്ക് മാതൃകയാണ്. അതിൽ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. മതനിരപേക്ഷ നിലപാടുകളിൽ കേരളം മാതൃകയാണെന്നും DK ശിവകുമാർ പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിയും വിട്ടുകൊടുത്തില്ല. മതരാഷ്ട്രീയവാദത്തിനെതിരെയും തീവ്രവാദത്തിനെതിരെയും സമസ്ത ഉയർത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളെ അദ്ദേഹം പ്രശംസിച്ചു. വർഗീയതയ്ക്ക് വർഗീയതയല്ല മറുപടി എന്ന നിലപാട് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഒരേ വേദിയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേപോലെ ഒരു സംഘടനയെ ശരിവെക്കുമ്പോൾ അവിടെ ജയിക്കുന്നത് കേരളത്തിന്റെ മതേതര മനസ്സ് തന്നെയാണ്. നമ്മുടെ രാജ്യം വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ പ്രതിപക്ഷ ഐക്യത്തിന്റെ കരുത്ത് തെളിയിക്കാൻ ഇത്തരം നീക്കങ്ങൾ അത്യാവശ്യമാണ്. DK ശിവകുമാറിനെ പോലുള്ള ഒരു നേതാവിനെ കൊണ്ടുവന്ന് കോൺഗ്രസിന്റെ സ്വാധീനം ഉറപ്പിക്കാൻ KC വേണുഗോപാലിന് കഴിഞ്ഞു. BJPയുടെ തട്ടകത്തിൽ അവർക്ക് പണി കൊടുത്ത DKയെ കേരളത്തിന്റെ മതേതര മണ്ണിലെത്തിച്ച് KC വേണുഗോപാലിന്റെ പൊളിറ്റിക്കൽ മൂവ് തന്നെയാണ് ഇപ്പോൾ സംസാര വിഷയം. ചിലർ പറയാറുണ്ട് KC വേണുഗോപാൽ വെറുമൊരു നേതാവാണെന്ന്. എന്നാൽ അവർക്ക് തെറ്റി. ഡൽഹിയിലെ AICC ആസ്ഥാനത്തിരുന്ന് ഇന്ത്യയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ചരട് വലിക്കുന്ന യഥാർത്ഥ മാസ്റ്റർ ബ്രെയിൻ ആണ് ഇദ്ദേഹം. കർണാടകയിൽ കോൺഗ്രസിനെ അധികാരത്തിൽ തിരിച്ചെത്തിക്കാൻ DK ശിവകുമാറിനും സിദ്ധരാമയ്യക്കുമൊപ്പം തോളോട് തോൾ ചേർന്ന് പണിയെടുത്ത KC ആ ബന്ധത്തിന്റെ ഊഷ്മളതയിലാണ് DKയെ കേരളത്തിലെത്തിച്ചത്. KC പറഞ്ഞു, ഞാൻ വന്നു എന്ന് DK തുറന്നു പറയുമ്പോൾ അവിടെ വ്യക്തമാകുന്നത് KC വേണുഗോപാൽ എന്ന നേതാവിന്റെ ദേശീയ രാഷ്ട്രീയത്തിലുള്ള അപ്രമാദിത്വമാണ്. കരുത്തനെ സമസ്തയുടെ വേദിയിലെത്തിച്ച് മതേതര വോട്ടുകളെ ഏകീകരിക്കാൻ KC കാണിച്ച ബുദ്ധി അപാരമാണ്. KCയുടെ തന്ത്രങ്ങളും DKയുടെ കരുത്തും ഒന്നിക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇനിയും പുതിയ ചലനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം.